CPIM എടപ്പാൾ ഏരിയ സമ്മേളനത്തിന് തിങ്കളാഴ്ച പതാക ഉയരും. CPIM 24-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി എടപ്പാൾ ഏരിയ സമ്മേളനത്തിന് തിങ്കളാഴ്ച എടപ്പാൾ പൊന്നാനി റോഡിൽ സീതാറാം യെച്ചൂരി നഗറിൽ പതാക ഉയരും. പ്രതിനിധി സമ്മേളനം ചൊവ്വാഴ്ച അയലക്കാട് കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ ഖദീജ കാസിൽ രാവിലെ 10-ന് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം P. നന്ദകുമാർ MLA ഉദ്ഘാടനം ചെയ്യും. ജില്ലാ സെക്രട്ടറി N. മോഹൻദാസ്, സംസ്ഥാന കമ്മിറ്റി അംഗം P. ശ്രീരാമകൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി അംഗങ്ങളായ E. ജയൻ, VP സക്കറിയ, PK ഖലീമുദ്ദീൻ എന്നിവർ പങ്കെടുക്കും. സമ്മേളനത്തിന് തുടക്കം കുറിച്ച് പതാക, കൊടിമര ദീപശിഖ, സ്മൃതിയാത്ര പ്രയാണം ആരംഭിക്കും. തിങ്കളാഴ്ച പകൽ 3-ന് P. പത്മനാഭന്റെ വീട്ടിൽ നിന്ന് ശ്രീരാമകൃഷ്ണൻ ക്യാപ്റ്റനും M. മുസ്തഫ വൈസ് ക്യാപ്റ്റനും EV മോഹൻ മാനേജറുമായ പതാക ജാഥ P. ജ്യോതിബാസ് ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 4-ന് VV അബൂബക്കറിന്റെ വീട്ടിൽ നിന്നും E. രാജഗോപാലൻ ക്യാപ്റ്റനും S. സുജിത് വൈസ് ക്യാപ്റ്റനും TK സൂരജ് മാനേജറുമായ കൊടിമര ജാഥ A. ശിവദാസൻ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 5-ന് K. പ്രഭാകരൻ ക്യാപ്റ്റനും CS പ്രസന്ന വൈസ് ക്യാപ്റ്റനും A. സിദ്ദിഖ് മാനേജറുമായ ദീപശിഖ ജാഥ പവിത്ര വൈദ്യരുടെ വീട്ടിൽ നിന്ന് KP ശങ്കരൻ ഉദ്ഘാടനം ചെയ്യും. രാവിലെ 10-ന് MP കുട്ടനായർ വീട്ടിൽ നിന്ന് P. വിജയൻ ക്യാപ്റ്റനും VV കുഞ്ഞു മുഹമ്മദ് വൈസ് ക്യാപ്റ്റനും ആരിഫ നാസർ മാനേജറുമായ സ്മൃതിയാത്ര T. സത്യൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് അത്ലറ്റുകളുടെയും മോട്ടോർ ബൈക്കുകളെയും അകമ്പടിയോടെ 5:30-ന് 3 ജാഥകളും സ്മൃതിയാത്രയും സംഗമിച്ച് പൊതുസമ്മേളന നഗരിയായ സീതാറാം യെച്ചൂരി നഗരായ എടപ്പാൾ പൊന്നാനി റോഡിലെത്തും. സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് PP. മോഹൻദാസ് പതാക ഉയർത്തും. പൊതുസമ്മേളനത്തിന്റെ ഭാഗമായി റെഡ് വളണ്ടിയർ മാർച്ചും പ്രകടനവും നടക്കും. എടപ്പാൾ പൊന്നാനി റോഡിൽ ചേരുന്ന പൊതുസമ്മേളനം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിന് ശേഷം G മേജർ മ്യൂസിക് ബാൻഡ് സെറ്റിന്റെ മ്യൂസിക് നൈറ്റും ഉണ്ടാകും. സമ്മേളനം ചരിത്ര സംഭവമാക്കാൻ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് PP. മോഹൻദാസ്, CPIM എടപ്പാൾ ഏരിയ സെക്രട്ടറി T. സത്യൻ, CPIM ജില്ലാ കമ്മിറ്റി അംഗം P. ജ്യോതിബാസ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ശ്രീരാമകൃഷ്ണൻ, VV കുഞ്ഞു മുഹമ്മദ്, P. വിജയൻ, എടപ്പാൾ ലോക്കൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K. വിജയൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജനങ്ങളുടെ പൊതുപ്രശ്നങ്ങളുമെല്ലാം ഉയർത്തി ആവശ്യമായ ചർച്ചകൾ അതിനനുസരിച്ചാണ് തീരുമാനങ്ങളായത്. പിന്നീടാണ് ഏരിയ സമ്മേളനത്തിലേക്ക് വരുന്നത്. ഏരിയ സമ്മേളനത്തിൽ 123 പ്രതിനിധികളും മേൽക്കമ്മിറ്റിയിൽ നിന്ന് 10ഓളം വരുന്ന സഖാക്കളും പങ്കെടുക്കുന്നതാണ് പ്രതിനിധി സമ്മേളനം. പ്രതിനിധി സമ്മേളനം 26, 27 തീയതികളിലായിട്ട് കോടിയേരി നഗറിലാണ് നടക്കുന്നത്. പൊതുസമ്മേളനം 27-ന് വൈകിട്ട് 3 മണിക്ക് യെച്ചൂരി നഗർ. സമ്മേളനത്തിൻ്റെ അനുബന്ധമായി നമ്മുടെ നാട്ടിലെ പൊതുവായ എല്ലാ ആളുകൾക്കും താല്പര്യമുള്ള വിവിധ വിഷയങ്ങളെ അധികരിച്ചുകൊണ്ടുള്ള പരിപാടികളാണ് സംഘടിപ്പിച്ചത്. അതിൽ സംഘടനാപരമായ സെമിനാർ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സംഘടനാ ക്ലാസ്സുകൾ നടന്നിരുന്നു. സിനിമാ പ്രദർശനം, ഹാപ്പിനെസ് ഫെസ്റ്റ്, ഷട്ടിൽ ടൂർണമെൻറ്റ്, ഫുട്ബോൾ ടൂർണമെൻറ്റ്, വരകളി മത്സരം, അതുപോലെ മെഗാ തിരുവാതിര. 24-ാം പാർട്ടി കോൺഗ്രസിൻ്റെ സൂചന എന്ന നിലയിൽ 24 ജനസഭകൾ പൂർത്തിയായിട്ടുണ്ട്. ഇങ്ങനെ എടപ്പാൾ ഏരിയയിലെ എല്ലാ ആളുകൾക്കും വ്യത്യസ്ത മേഖലകളിൽ പങ്കെടുക്കാൻ സാധ്യമാകുന്ന വിധത്തിലാണ് സമ്മേളനത്തെ വളരെ സർഗാത്മകമായാണ് സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത്. വളണ്ടിയർമാർ അണിനിരക്കുന്ന വളണ്ടിയർ പരേഡും അതോടൊപ്പം തന്നെ കലാകാരന്മാർ പങ്കെടുക്കുന്ന കലാപരിപാടികളും സമ്മേളനത്തിൻ്റെ ഭാഗമായി 27-ാം തീയതി വൈകിട്ട് നടക്കും. നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള മുഹമ്മദ് റിയാസാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. P. നന്ദകുമാർ MLA, KT ജലീൽ MLA, EN മോഹൻദാസ്, P. ശ്രീരാമകൃഷ്ണൻ തുടങ്ങിയ നേതാക്കൾ സമ്മേളനത്തിൽ ആദ്യ അവസാനം വരെ പങ്കെടുക്കുന്നുണ്ട്. സമ്മേളനം പൊതുവെ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജനങ്ങളാകെ രാഷ്ട്രീയത്തിനപ്പുറത്ത് ഒരു സ്വീകാര്യത നൽകിയതായിട്ടാണ് സംഘാടക സമിതിക്ക് ബോധ്യമായിട്ടുള്ളത്. മറ്റൊന്ന്, ഇതിൻ്റെ ഫണ്ട് സമാഹരണം എന്ന് പറയുന്നത് 100 ബ്രാഞ്ചുകളിൽ നിന്നും കൂപ്പണുകളായിട്ടാണ് ഫണ്ട് ശേഖരിക്കുന്നത്. ഈ എടപ്പാളും കോലളമ്പും മേഖലകളിൽ നിന്ന് മാത്രം കുറച്ചധികവും ബാക്കി എല്ലാ ഇടങ്ങളിൽ നിന്നും സമ്മേളനത്തിന് ആവശ്യമായിട്ടുള്ള തുക ശേഖരിക്കുന്നുണ്ട്. അങ്ങനെ പൊതുവായി എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പാക്കുന്ന രീതിയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിൻ്റെ എടപ്പാൾ ഏരിയ സമ്മേളനം നടക്കുന്നത്. സമ്മേളനത്തിൻ്റെ ഭാഗമായ വ്യത്യസ്ത പരിപാടികളിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും ക്ഷണിക്കുകയാണ്. അതോടൊപ്പം പത്രപ്രവർത്തകരായിട്ടുള്ള മുഴുവൻ ആളുകളും ഈ സമ്മേളനത്തോട് സഹകരിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.